അതാ നോക്കൂ മുറ്റത്തൊരു മൈന. ഇപ്പോൾ ഈ വർഷം നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നില്ലെങ്കിലും 2034 ഈ കേരള ലൈവ് എന്ന സിനിമ കാണുമ്പോൾ സംതിങ് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ്. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് കുറച്ചുകൂടി സന്തോഷം കൊണ്ട് ഇതൊക്കെ മുൻകൂട്ടി കണ്ടിരുന്നല്ലേ, ഒരു പ്രവചനം പോലെ. കാരണം ഇതാണോ നീ പറഞ്ഞ മറ്റു കേസ്? വല്ലാതെ വയലന്റ് ആകുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുന്നത്? പൂട്ടിരുന്നോ? മൂവിയിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു വിമാനത്താവളത്തിന്റെ പേര്, എയർപോർട്ടിന്റെ പേര്. ഈ ഒരു വിഷയമാണ് എന്നോട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫേസ്ബുക്കിലും മെസ്സഞ്ചറിലൊക്കെ പലരും ചോദിച്ചിരുന്നു, ചേട്ടാ നിങ്ങൾ ഈ സ്വർണ്ണപൂർ എന്നുള്ള പേരിട്ടത് ശരിയാണോ, അത് പേര് മാറ്റിക്കൂടെ എന്നൊക്കെ ചോദിച്ചു. എന്താ ചേട്ടാ പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. അത് പേര് മാറ്റിക്കൂടെ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കരിപ്പൂർ എന്ന് പറഞ്ഞേക്കാൻ നല്ലതല്ലേ സ്വർണ്ണപൂർ? അല്ല അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അല്ല അതിനേക്കാൾ നല്ല പേരല്ലേ. നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. കരിപ്പൂർ വിമാനത്താവളം അവരുടെ പേര് മാറ്റുകയാണെങ്കിൽ എന്റെ സ്വർണ്ണപൂർ എന്നുള്ള പേര് മാറ്റാൻ ഞാൻ റെഡിയാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ കറണ്ട് സൊസൈറ്റിയിലെ ജേർണലിസം പഠിക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഈ മോഡേൺ ജേർണലിസത്തെ കുറിച്ച്, അതായത് കണ്ട അണ്ടനും അടകോടനും ഒക്കെ ജേർണലിസ്റ്റുകളാവാം, അല്ല ഇതിനെക്കുറിച്ച് വിവരമോ ജനറൽ നോളജ് ഒന്നും വലിയ ആവശ്യമൊന്നുമില്ല. ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു, അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ആവാം, അല്ല ഇതിനെക്കുറിച്ച് വിവരമോ ജനറൽ നോളജ് ഒന്നും വലിയ ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ വിവാദം ഉണ്ടാക്കാനുള്ള കഴിവാണ് ഇന്നത്തെ കാലത്തെ ജേർണലിസം എന്ന് സന്തോഷം കൊണ്ടിട്ട് പറഞ്ഞത്. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഭൂരിഭാഗം ഓൺലൈൻ മീഡിയകളിലെ ഒരു ഇതെടുത്ത് നോക്കുക. നടിയുടെ പുതിയ കോസ്റ്റ്യൂം കണ്ട് നാട്ടുകാർ ഞെട്ടി, മറ്റോളും ഇവനും തമ്മിലുള്ള ബന്ധം കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. ഇവനും തമ്മിലുള്ള ബന്ധം കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഇത് ദിവസം എത്ര പ്രാവശ്യം നിങ്ങൾ ഞെട്ടണം? അല്ല എന്താ ഞെട്ടാത്തെ? ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ, എപ്പോഴെപ്പോഴും ഞെട്ടാൻ എനിക്ക് വട്ടൊന്നുമില്ല. ഇത് ദിവസം എത്ര പ്രാവശ്യം നിങ്ങൾ ഞെട്ടണം? അല്ല ഞാൻ പറയുന്നത് ഭൂരിഭാഗം ന്യൂസ് ഇങ്ങനല്ലേ, ഇത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. മുഖ്യമന്ത്രിക്ക് മറ്റവൻ ഇനി പൊളിറ്റിക്സിലേക്ക് പോയി കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ഇവൻ കൊടുത്ത മറുപടി കേട്ടാൽ നിങ്ങൾ ഞെട്ടും. പ്രധാനമന്ത്രിക്ക് ഇവള് കൊടുത്ത മറുപടി കണ്ടോ ഞെട്ടും. പ്രേക്ഷകർ ഞെട്ടി ഞെട്ടി തീരുമാനമാവും. അതെ, ഇന്നലെ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. ഞങ്ങളൊക്കെ കൊല്ലം കുറേ ആയി, ഒരുപാട് കണ്ടതാ കോടതി വരാൻ നിങ്ങൾ. എടപ്പാപ്പള്ളിക്കകത്ത് വർഷങ്ങളായും തൂക്കിടക്കുന്ന വവ്വാലല്ലോ സാറേ. ഇന്നലെ വന്ന അച്ഛനല്ലേ കുർബാനല്ലേ?